നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് പഴമൊഴി. സ്വന്തം കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതത്വം ലഭിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അതിനുശേഷം അമ്മയുടെ സ്വന്തം കരങ്ങളിൽ നിന്നുമാണ്. എന്നാൽ സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. സ്വന്തം കുഞ്ഞുങ്ങൾ അമ്മയുടെ കരങ്ങളിൽ എത്രമാത്രം സുരക്ഷിതരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാതാവിനെ കുറിച്ച് നാം സങ്കല്പിക്കുന്ന സ്നേഹവും സഹനവും ശ്രദ്ധയുമെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരെയും പ്രസവിച്ചു കഴിഞ്ഞതുകൊണ്ട് മാത്രം അമ്മ എന്ന പേര് വിളിക്കാൻ അർഹതയാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും ചോദിച്ചപ്പെടുകയാണ്. ഇപ്പോൾ ഇതാ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അമ്മ അറസ്റ്റിലായിരിക്കുകയാണ്. മാർത്താണ്ഡം കരിങ്കൽ പാലൂർ കാട്ടുവിള സ്വദേശി ബെനീറ്റ ജയ അന്നാൾ 21 വയസ്സാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ദിണ്ടിഗൽ സ്വദേശി കാർത്തിക്കുമായുള്ള വിവാഹത്തെ തുടർന്ന് ദമ്പതികൾ അവിടെ താമസിക്കുകയായിരുന്നു. ഭർത്താവ് തന്നേക്കാൾ സ്നേഹം കുട്ടിയോട് പ്രകടിപ്പിച്ചതിലെ പകയാണ് കൊലയ്ക്ക് കാരണമെന്ന് യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നുണ്ട്. സംശയം കലശമായതോടെ നവജാത ശിശുവിന്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. 45 ദിവസം മുമ്പാണ് പെൺകുഞ്ഞ് ജനിച്ചത്. തുടർന്ന് ബെനീറ്റ കുഞ്ഞുമായി നാട്ടിലെത്തി മാതാപിതാക്കളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനെത്തിയ കാർത്തിക് കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് ശ്രദ്ധിച്ചു. ഉടൻ തന്റെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബെനീറ്റ കുറ്റം സമ്മതിച്ചത്. ഭർത്താവ് തന്നേക്കാൾ കൂടുതൽ സ്നേഹം കുഞ്ഞിനോട് പ്രകടിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കരിങ്ങലിനടുത്തുള്ള പാലൂർ കാട്ടുവിളയിൽ കോളേജ് പഠനം ഉപേക്ഷിച്ച ബെനീറ്റ 1 വർഷം മുമ്പാണ് തിരുപ്പൂരിൽ ജോലി ചെയ്തതിനിടെ കാർത്തിക് എന്ന ആളുമായി പ്രണയത്തിലായി കല്യാണം കഴിക്കുന്നത്. പ്രസവശേഷം ബെനീറ്റ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും കാർത്തിക് ഇടയ്ക്കിടെ അമ്മയെയും കുഞ്ഞിനെയും സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും അടുത്ത ബന്ധുക്കൾ പറഞ്ഞു. ബെനീറ്റയും ദിണ്ടിഗൽ സ്വദേശിയുമായ കാർത്തിക് പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഇരുവരെയും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ കുടുംബത്തിൽ നിന്ന് തുടക്കത്തിൽ എതിർപ്പുണ്ടായിരുന്നു. ഒരു പെൺകുഞ്ഞ് ജനിച്ചതോടെ കാർത്തികിന്റെ അമ്മ ബെനീറ്റയെ നിരന്തരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ജനിച്ച രാശി ശരിയല്ലെന്ന് പറഞ്ഞ് അമ്മായിയമ്മ വഴക്കുണ്ടാക്കുകയും ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തുടർന്നാണ് കുഞ്ഞുമായി ബെനീറ്റ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയത്. അമ്മായിയമ്മയുടെ കുറ്റപ്പെടുത്തലുകളും അതിന് ഭർത്താവ് അനുകൂലമായി സംസാരിച്ചു എന്ന ചിന്തയും ബെനീറ്റയെ മാനസികമായി തളർത്തി. ഇതിന്റെ ഫലമായി കുഞ്ഞിനെ എടുത്ത് ചുമലിലേക്ക് എറിയുകയും വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഓരോ ദിവസം കഴിയും തോറും കാർത്തിക് തന്നേക്കാൾ കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് ബെനീറ്റയ്ക്ക് തോന്നിയതോടെയാണ് കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്. പതിവ് പോലെ വ്യാഴാഴ്ച കാർത്തിക് ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ബെനീറ്റയ്ക്ക് മാതാപിതാക്കൾക്കൊപ്പം കാർത്തിക് കുഞ്ഞിനെയും എടുത്ത് കരിങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുഞ്ഞ് മരിച്ചുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മുലപ്പൽ കുടുങ്ങിയാണ് മരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ കുഞ്ഞിനെ തന്റെ ഭാര്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നുള്ള കാർത്തിക്കിന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ നെറ്റിയിൽ നിന്നും രക്തം വരുന്നതും തൊണ്ടയിൽ നിന്ന് ടിഷ്യൂ പേപ്പർ കണ്ടെത്തി. വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റിയതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെയാണ് ബെനീറ്റയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നതിനെ ഫിലിസൈഡ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പല ക്രൂരകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലാറ്റിൻ പദമായ ഫിലിയസ് എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നും ഫിലിയ എന്ന് പറഞ്ഞാൽ പുത്രി എന്നുമാണ് അർത്ഥം. ഇതിനോടുകൂടി മറ്റൊരു ലാറ്റിൻ പദമായ സൈഡ് എന്നാൽ കൊല്ലുക എന്നർത്ഥമുള്ള വാക്കുകൂടി ചേരുമ്പോഴാണ് ഫിലിസൈഡ് അഥവാ കുട്ടികളെ കൊല്ലുക എന്ന വാക്കായി തീരുന്നത്. അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസ് എന്ന സംഘടന നടത്തിയ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത് ശിശുഹത്യയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് മാതാവാണെന്നാണ്. 58% പെൺ ശിശുഹത്യകളിൽ മാതാവും 42% ആൺ ശിശുഹത്യകളിൽ പിതാവും കാരണമാകുന്നു. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ കണക്ക് പ്രകാരം അമേരിക്കയിൽ മാത്രം വർഷത്തിൽ 450ഓളം ശിശുഹത്യകൾ നടക്കുന്നുണ്ട്. ഇതിൽ 5 വയസ്സിൽ താഴെയുള്ള 61% ശൈശവ മരണങ്ങൾക്ക് മാതാപിതാക്കൾ തന്നെയാണ് ഉത്തരവാദികൾ. സ്വന്തം മാതാപിതാക്കൾ കൊന്ന കുട്ടികളിൽ 72% 6 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. അതിൽ തന്നെ 30% 1 വയസ്സിൽ താഴെയുള്ളവരാണ്. മാതാപിതാക്കൾ കുട്ടികളെ ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും വെള്ളത്തിൽ മുക്കിയുമാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഈ പ്രവണത നമ്മുടെ നാട്ടിലും വ്യാപിച്ചു തുടങ്ങിയതിനെക്കുറിച്ച് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തെരുവിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത് സ്ഥിരം സംഭവമായിരുന്നു.
ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന കുട്ടികൾ തണുത്ത് വിറങ്ങലിച്ചോ പട്ടിണി കിടന്നോ മൃഗങ്ങൾ ആക്രമിച്ചോ കൊല്ലപ്പെടാം. എന്നാൽ കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ വാർത്തയല്ലാതായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ തന്നെ പിണറായിലും തൊടുപുഴയിലും കണ്ണൂരിലും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുള്ള അതിദാരുണമായിട്ടുള്ള ശിശുഹത്യകൾ. മാതാപിതാക്കളെ ശിശുഹത്യയിലേക്ക് നയിക്കുന്നത് പലതരം കാരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ സ്നേഹം കുഞ്ഞിന് കൂടുതൽ പോകുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അമ്മായിയമ്മ കൂടുതൽ പെൺകുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പീഡനങ്ങളും യുവതിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും പിന്നിൽ ഒരു മാനസിക തലം തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മാനസിക രോഗങ്ങൾ തന്നെയാണ്. സ്ത്രീകളിൽ ഈ പ്രസവാനന്തരം ഉണ്ടാകുന്ന കടുത്ത മാനസിക രോഗമാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. പ്രസവശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ 3 മാസങ്ങൾക്കുള്ളിലോ ഇത് പ്രത്യക്ഷപ്പെടാം. 100 അമ്മമാരിൽ 5 പേർക്ക് പ്രസവശേഷം ഈ അവസ്ഥ പിടിപെടാൻ സാധ്യതയുണ്ട്. അത് ശാരീരികമായും മാനസികമായും പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസവാനന്തരം ഈസ്ട്രജൻ, പ്രൊജസ്ട്രജൻ തുടങ്ങിയ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ തലച്ചോറിൽ രാസമാറ്റങ്ങൾ ഉണ്ടാക്കുകയും അത് മാനസിക വിഭ്രാന്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് കടുത്ത വിഷാദ രോഗം മൂലം സംഭവിക്കുന്നതാണ്. കടുത്ത വിഷാദാവസ്ഥയിലും കുഞ്ഞിനെ കൊല്ലുന്ന മാതാപിതാക്കളുണ്ട്. കടുത്ത വിഷാദാവസ്ഥയിൽ ജീവിതം ദുസ്സഹമാകുമ്പോഴും ജീവിതത്തോട് വിരക്തി തോന്നുമ്പോഴും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴും ആത്മഹത്യ ചിന്ത ഉടലെടുക്കാം. ഇത്തരം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഭാവിയിൽ തങ്ങളുടെ കുഞ്ഞ് അനാഥരാകുമെന്ന് ചിന്തിച്ച് തങ്ങൾ മരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയാലേ തങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകൂ എന്ന് തോന്നി ആദ്യം കുഞ്ഞുങ്ങളെ കൊല്ലുകയും ശേഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. എക്സ്റ്റെൻഡഡ് സൂയിസൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. വിഷാദരോഗം തുടക്കത്തിലെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഇത്തരത്തിലുള്ള കൊലപാതക ആത്മഹത്യകൾ തടയാനാകും. ഇത്തരം പ്രവണതയും കേരളത്തിൽ കൂടുതലാണെന്നാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സ്വന്തം ജീവിത പങ്കാളികളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അനുദിനം നേരിടേണ്ടി വരുന്ന മാനസിക, ശാരീരിക, ലൈംഗിക പീഡനങ്ങളിൽ മനം നൊന്ത് മാനസിക നില തെറ്റി ഇതിനെതിരെയുള്ള ഒരു പ്രതികാരം എന്ന രീതിയിൽ കുട്ടികളോട് പരുഷമായി പെരുമാറുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ശാരീരിക പീഡനങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ കുഞ്ഞിന്റെ മരണത്തിലേക്ക് വഴി തെളിയിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് മൂന്നാമത്തേത്. എന്നാൽ ഈ വിഭാഗത്തിൽ ഒന്നും പെടുത്താൻ കഴിയാത്ത രീതിയിൽ ചില പുതിയ പ്രവണതകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്വന്തം കുഞ്ഞുങ്ങളില്ലെങ്കിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന മനോഭാവമായിരുന്നു പണ്ടെല്ലാം അച്ഛനമ്മമാരുടേത്. ഇന്നത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ ഒരു ഉത്ഫലമായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കാണുകയും പരിചരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്ന അവസ്ഥയിലേക്ക് അമ്മമാർ എത്തിച്ചേർന്നതിൽ അതിന് പിന്നിൽ വലിയ പങ്കുണ്ട്. യാന്ത്രികമായ മനുഷ്യബന്ധങ്ങൾക്കും വില കൽപ്പിക്കാത്ത തികച്ചും ഒരു വളരെ ബാലിഷ്യമായ മനുഷ്യന്റെ ഒരു ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇതിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കുമുള്ള ഈ ഒരു മനുഷ്യ മനസാക്ഷിയെ വീണ്ടും കെട്ടിപ്പടുക്കാനും ഇനിയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷിത്വം ആവർത്തിക്കാതിരിക്കാനും എന്താണ് ഒരു അമ്മ എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മാതൃത്വം എന്താണെന്ന് നാം ഇനി വരുന്ന തലമുറയ്ക്കും ഇപ്പോഴുള്ള ആളുകൾക്കും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടിയിരിക്കുന്നു.